കൊല്ലത്ത് ഒരു കമ്പനിയിൽ ജോലി. ഒരു ചേട്ടനുണ്ട്. കല്യാണം കഴിഞ്ഞ് മാറി താമസിക്കുന്നു. തൊട്ടടുത്ത് തന്നെയാണ് വീട്. ചേട്ടന് 2 കുട്ടികൾ. ചേട്ടൻ്റെ ഭാര്യ മോനിഷ. ചേട്ടത്തിയും ഞാനും ആയിട്ടുള്ള ഒരു ചെറിയ കഥയാണ് ഇവിടെ പറയാൻ പോണത്. ഞാൻ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയാണ് താമസം. ഇനി ചേട്ടത്തിയെ പറ്റി പറയാം. നല്ല വെളുത്ത നിറം, ഒരു 26 വയസ്സ് പ്രായമുണ്ട്. ആര് കണ്ടാലും നോക്കി വെള്ളമിറക്കുന്ന നല്ല സൗന്ദര്യറാണി തന്നെയായിരുന്നു എൻ്റെ ചേട്ടത്തി. എനിക്ക് 30 വയസ്സുണ്ട്. കല്യാണം കഴിഞ്ഞില്ല. ഒരുപാട് ആലോചനകൾ വന്നു. ഒന്നും ശരിയായില്ല. പല കോവിലിലും പൂജ ചെയ്തു. മഷിനോട്ടം, കിളിശാസ്ത്രം എല്ലാം നോക്കി. കുറേ പൈസ കളഞ്ഞു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ചേട്ടൻ്റെ വീട്ടിലെ കമ്പ്യൂട്ടർ കേടായി. റിപ്പയർ ചെയ്യാൻ എന്നെ വിളിച്ചു. ഞാൻ ജോലി കഴിഞ്ഞ് ചേട്ടൻ്റെ വീട്ടിൽ പോയി. എൻ്റെയും ചേട്ടൻ്റെയും വീട് തമ്മിൽ 1 കിലോമീറ്റർ ദൂരമുണ്ട്. ഞാൻ ചേട്ടൻ്റെ വീട്ടിലെത്തി. ആ സമയം ചേട്ടത്തി മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ഞാൻ കോളിംഗ് ബെൽ അടിച്ചു. ചേട്ടത്തി ഡോർ തുറന്നു തന്നു. ചേട്ടത്തി ജോലി കഴിഞ്ഞ് വന്നതേയുള്ളൂ. വസ്ത്രം മാറി നിൽക്കുമ്പോഴാണ് ഞാൻ ചെന്നത്. ചേട്ടത്തി പറഞ്ഞു ചായ ഇട്ട് തരാമെന്ന് പറഞ്ഞു. അടുക്കളയിലേക്ക് പോയി ചായ കൊണ്ടുവന്ന്. ജോലി കഴിഞ്ഞ് വസ്ത്രം മാറുന്നതിന് ഇടയിലായിരുന്നു ഞാൻ ചെന്നത്. അതുകൊണ്ട് ചേട്ടത്തി ധരിച്ച മാക്സി ശരിയായിട്ട് ഇട്ടില്ലായിരുന്നു. ഒരു പക്ഷേ ചേട്ടത്തി അത് ശ്രദ്ധിച്ചിരുന്നില്ലായിരിക്കും. ചേട്ടത്തി ചായയുമായി വന്ന് എനിക്ക് തരുമ്പോൾ ഞാൻ പെട്ടെന്ന് ചേട്ടത്തിയുടെ ആ മാക്സിയിലേക്ക് എൻ്റെ ഒരു കണ്ണ് തറച്ചു നിന്നുപോയി. ഞാൻ കണ്ട കാഴ്ച ആര് കണ്ടാലും ഒന്ന് തൊടാൻ പോകും. പെട്ടെന്ന് ചേട്ടത്തി എന്നെ നോക്കി ചോദിച്ചു, എന്താടാ? ചേട്ടത്തിയുടെ മാക്സിക്കൊന്നും ഈ ഊക്കും ബട്ടണൊന്നും ഇല്ലേ? ഞാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ ചേട്ടത്തി നേരെ നിന്ന് ഒന്ന് മാക്സിയൊക്കെ ശരിയാക്കി അടുക്കളയിലേക്ക് പോയി. ഞാൻ കമ്പ്യൂട്ടർ റിപ്പയർ ചെയ്ത് ഇരുന്നു. അങ്ങനെ 1 മാസം പിന്നിട്ടു. ചേട്ടത്തിയുടെ മുഖം മാത്രം മനസ്സിൽ കരുതി എല്ലാ രാത്രിയിലും ചേട്ടത്തിയെ ഞാൻ സ്വപ്നത്തിൽ സന്ദർശിച്ചു. ഒരു സൺഡേ ചേട്ടൻ്റെ കുടുംബ വീട്ടിൽ വന്നു. സ്ഥിരമായി എല്ലാവരുമുണ്ട് വീട്ടിൽ. വന്നപ്പോൾ ഞാൻ ചേട്ടത്തിയുടെ മുഖം ശ്രദ്ധിച്ചു. എൻ്റെ മുഖത്ത് നോക്കിയില്ല. ഒരു ചമ്മലുണ്ട്. എൻ്റെ റൂമിൽ ഞാൻ കമ്പ്യൂട്ടർ ഗെയിം കളിക്കുകയായിരുന്നു. ചേട്ടത്തി അമ്മയുടെ കൂടെ അടുക്കളയിൽ കയറാൻ വേണ്ടി സാരി മാറ്റി മാക്സി ഇടാൻ എൻ്റെ റൂമിൽ വന്നു. എൻ്റെ അലമാറയിലാണ് എൻ്റെയും അച്ഛൻ്റെയും അമ്മയുടെയും വസ്ത്രങ്ങളുള്ളത്. എൻ്റെ വലിയ റൂമാണ്. സൈഡിൽ ചെറിയ റൂം. കമ്പ്യൂട്ടറിന് മാത്രം ഞാൻ റൂമിനകത്തുള്ളൂ. ഈ കമ്പ്യൂട്ടർ റൂമിൽ ഞാനിരിക്കുന്നത് ചേട്ടത്തിക്ക് അറിയില്ലായിരുന്നു. അവർ എൻ്റെ റൂമിൽ വന്ന് ഡോറടിച്ച് ഡ്രസ്സ് മാറാൻ തുടങ്ങി. ഞാൻ അവിടെ ഒളിഞ്ഞിരുന്ന് എല്ലാം കാണുന്നുണ്ടായിരുന്നു. എൻ്റെ കൺട്രോൾ പോയി. ചേട്ടത്തിയെ ഞാൻ നോക്കി നിന്നു. അങ്ങനെ ഞാൻ ചേട്ടത്തിയുടെ കയ്യിലിരിക്കുന്ന ആ 2 സ്പോഞ്ചുകളും എനിക്ക് വ്യക്തമായി കണ്ടു. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എൻ്റെ അമ്മേ, എന്തോരു നിറമാ ചേട്ടത്തിക്ക്! കമ്പ്യൂട്ടറിൽ ചെയറിൽ ഇരുന്നു കൊണ്ടായിരുന്നു ഞാൻ ഇതെല്ലാം കണ്ടതൊക്കെ. ആ ഒരു വെപ്രാളത്തിനിടയിൽ ഒരു ഗ്ലാസ് തട്ടിപ്പോയി. ചേട്ടത്തി ആ ശബ്ദം കേട്ടു. സൈഡ് റൂമിൽ വന്ന പെട്ടെന്ന് ചേട്ടത്തി അതേ വേഷത്തിൽ ആ റൂമിലേക്ക് എത്തി നോക്കി. ഞാൻ അവിടെ ഇരിക്കുന്നതായിരുന്നു ചേട്ടത്തി കണ്ടത്. ചേട്ടത്തി പെട്ടെന്ന് എന്തോ പോലെയായി. കയ്യിലിരുന്ന മാക്സി ഇട്ട് അടുക്കളയിലേക്ക് ഓടി. എന്തു ചെയ്യും എന്നറിയാതെ ഞാൻ കമ്പ്യൂട്ടർ ചെയറിൽ ഇരുന്നു. എൻ്റെ കൺട്രോളൊക്കെ പോയിരുന്നു. ഞാൻ പെട്ടെന്ന് ബാത്റൂമിൽ കയറി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ചാക്കി. അങ്ങനെ പല സന്ദർഭങ്ങളും എനിക്ക് വന്നു ചേർന്നു. ഒരിക്കൽ 2 ദിവസം ടൂറ് പോകാൻ നമ്മൾ റെഡിയായി. ചേട്ടത്തി, ചേട്ടൻ, അച്ഛൻ, അമ്മ, 2 മക്കൾ എല്ലാം റെഡിയായി. ഒരു കാർ ബുക്ക് ചെയ്തു. നമ്മൾ ഊട്ടിയിലെത്തി. ഞാൻ ചേട്ടത്തിയോട് ശരിക്കും കാണാനും സംസാരിക്കാനും ശ്രമിച്ചു. ചേട്ടത്തി ഒഴിഞ്ഞു മാറി നടന്നു. ഊട്ടിയിൽ കറങ്ങി വന്നു. കാറിൽ കയറി. ഞാൻ അവസാനമാണ് കാറിൽ കയറിയത്. സ്ഥലമില്ല. അവസാനം എനിക്ക് ചേട്ടത്തിയുടെ അടുത്ത് തന്നെ സ്ഥലം കിട്ടി. ഞാനിരുന്നാൽ ചേട്ടത്തിക്ക് സ്ഥലമില്ല.
അങ്ങനെ അവസാനം ചേട്ടത്തി എൻ്റെ മടിയിലിരുത്തി. ചേട്ടത്തി പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞെങ്കിലും ചേട്ടൻ നിർബന്ധിച്ചു. വേറെ മാർഗമില്ലല്ലോ. ചേട്ടൻ്റെ അച്ഛൻ്റെ മടിയിൽ ചേട്ടൻ്റെ മക്കൾ ഇരുന്നു. അവസാനം ചേട്ടത്തി എൻ്റെ മടിയിൽ വന്നിരുന്നു. ദൈവമേ, ഞാൻ ആഗ്രഹിച്ച സ്വർണ്ണ നിറമുള്ള ഈ ചേട്ടത്തി എൻ്റെ മടിയിലതാ ഇരിക്കുന്നു. ഞാനൊന്ന് സന്തോഷിച്ചു. ചേട്ടത്തി സാരിയായിരുന്നു ധരിച്ചിരുന്നത്. കാറിൽ സ്ഥലം കുറവായതുകൊണ്ട് ഞാൻ ഒരു കൈ ചേട്ടത്തിയെ പിടിച്ചു, മറ്റേ കൈ സീറ്റിൽ പിടിച്ചു കാറിലിരുന്നു. കാർ സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ കൈ മെല്ലെ ചേട്ടത്തിയുടെ അരയിൽ പിടിച്ചു മുറുക്കി. അതിനിടയിൽ ഞാൻ ഒരു ചെറിയ കുസൃതിയും കാണിച്ചു. ഞാൻ ചേട്ടത്തിയെ ഒന്ന് നുള്ളി. ചേട്ടത്തി കൈയെടുത്ത് മാറ്റി. യാത്ര തുടർന്നു. കുറച്ച് സമയം കഴിഞ്ഞു. ഞാൻ വീണ്ടും എൻ്റെ കൈകൾ കൊണ്ട് ചേട്ടത്തിയുടെ മുടിയിൽ തലോടി. ചേട്ടത്തി പ്രതികരിച്ചില്ല, മിണ്ടാതെ ഇരുന്നു. എൻ്റെ കൈകൾ കൊണ്ട് ഞാൻ ചേട്ടത്തിയുടെ തൊട്ടു തലോടാൻ തുടങ്ങി. പെട്ടെന്ന് ചേട്ടത്തിയുടെ വായിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വന്നു. ചേട്ടൻ ചോദിച്ചു, എന്തു പറ്റി? ചേട്ടത്തി പറഞ്ഞു, ഒന്നുമില്ല, വണ്ടി സ്പീഡാണെന്ന് പറഞ്ഞു. ഞാൻ ചേട്ടത്തിയുടെ തോളിൽ നിന്ന് കൈ എടുത്തു മാറ്റി. എൻ്റെ കയ്യിലിരുന്ന ഇരുമ്പ് വടി സർവീസ് തുടങ്ങി. ചേട്ടത്തി എല്ലാം ചേട്ടത്തി അറിയുന്നുണ്ടായിരുന്നു. പക്ഷെ ചേട്ടത്തി പ്രതികരിക്കുന്നില്ല. എന്നിൽ ഒന്നും കൂടി ചേർന്നിരുന്നു. ഞാൻ ചേട്ടത്തിയുടെ പിറകിൽ കൂടി തോളിൽ അമർത്തി പിടിച്ച് തൻ്റെ അടുത്തേക്ക് ഒന്നും കൂടിയും അടുപ്പിച്ചിരുത്തി. അതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ആ ചേട്ടത്തിയുടെ മുടിയിൽ തലോടിക്കൊണ്ടേയിരുന്നു. ഇങ്ങനെ തട്ടിയും മുട്ടിയും തലോടിയും കൊണ്ട് ഞങ്ങൾ വീട്ടിലെത്തി. ഞങ്ങൾ ഇറങ്ങി. ചേട്ടനും ചേട്ടത്തിയും 2 മക്കളും അവരെ വീട്ടിലും ഇറക്കി. ഇറങ്ങുന്ന സമയം ചേട്ടത്തി എൻ്റെ കവിളിൽ ഒരു നുള്ളു തന്നു. എന്നിട്ടാണ് ഇറങ്ങിപ്പോയത്. ആ ദിവസം രാത്രി ഞാൻ ശരിക്കും ഉറങ്ങിയില്ല. എങ്ങനെയും ചേട്ടത്തിയുടെ കൂടെ കൂട്ടണം എന്ന് ഞാൻ തീരുമാനമെടുത്തു. കല്യാണമൊക്കെ നടക്കാതെ വിഷമിച്ച് നടന്ന എൻ്റെ ഭാഗ്യം ഒരു ദിവസം വന്നു. അച്ഛൻ എന്തോ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി സ്വീറ്റ്സ് മേടിക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ തന്നുവിട്ടു. ചേട്ടൻ വീട്ടിൽ പോയി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ വീട്ടിൽ ചെന്ന സമയത്ത് ചേട്ടത്തി മഷിനോട്ടക്കാരൻ്റെ മുന്നിൽ ഇരുന്ന് നോക്കുന്നു. ഞാൻ വന്നതോടെ എന്നെ പിടിച്ചിരുത്തിയിട്ട് ചേട്ടത്തി ചായ ചൂടാക്കാൻ പോയി. ഒന്ന് നോക്കിക്കളയാം എന്ന് ഞാൻ തീരുമാനിച്ചു. മഷിനോട്ടക്കാരൻ പറഞ്ഞു, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സാധിക്കുമെന്ന്. അപ്പോൾ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുമല്ലോ എന്ന് മനസ്സിലാലോചിച്ചു. അതെല്ലാം കഴിഞ്ഞ് അയാൾക്ക് പൈസയും കൊടുത്തു വിട്ടു. അപ്പോൾ ചേട്ടത്തി അടുക്കളയിൽ നിന്ന് വന്നു എന്നോട് കാര്യം തിരക്കി. ഞാൻ പറഞ്ഞു, എനിക്ക് ഏതോ ഒരു സ്ത്രീയുമായിട്ട് ഒരു ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു. ആ ഇഷ്ടം സാധിക്കാൻ സമയമായി എന്ന് പറഞ്ഞു. അങ്ങനെ